ഹലോ! എല്ലാരും എന്ത് പറയുന്നു? സുഖായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. മിയാണ്. ഇത് വീണ്ടും നമ്മളൊരു ചിറ്റ് ചാറ്റ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള ആളുകളെ അല്ലെങ്കിൽ അങ്ങനത്തെ സാഹചര്യങ്ങളെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും? എങ്ങനെ നമ്മളത് ആ സിറ്റുവേഷൻസ് ടാക്കിൾ ചെയ്യും? അവരെങ്ങനെ അവോയ്ഡ് ചെയ്യും? ആ ഒരു ആം ഏരിയയിലുള്ള കുറച്ച് ചോദ്യങ്ങൾ ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. നമ്മളെപ്പോ ക്യു&എ ചോദിച്ചാലും അത് ചോദിക്കും. അതല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് ആയിട്ടും ഇമെയിൽസ് ഒക്കെ ആയിട്ട് വരാറുണ്ട്. അപ്പൊ ഞാൻ കുറേ കാലം എന്താ ഇപ്പൊ ഇതിനെക്കുറിച്ച് പറയാ എന്നൊക്കെ ആലോചിച്ചിട്ടുണ്ട്. കാരണം അപ്പൊ ഞാൻ എന്തായാലും ഞാൻ ഷെയർ ചെയ്യുന്ന കാര്യങ്ങള് പേഴ്സണൽ എക്സ്പീരിയൻസ്, മറ്റുള്ളവരുടെ എക്സ്പീരിയൻസ്, ചുറ്റുമുള്ള ഒബ്സർവേഷൻ. പിന്നെ എനിക്കൊരു സൂപ്പർ തെറാപ്പിസ്റ്റ് ഉണ്ടായിരുന്നു ട്ടോ. പാവം റിട്ടയർ ആയി. ഒത്തിരി വർഷം എക്സ്പീരിയൻസ് ഉള്ളതായിരുന്നു. അപ്പൊ ഞാന് എന്താ പറയാ, അവരുമായിട്ട് തന്നെ എനിക്ക് കുറേ കാലമായിട്ടുള്ള അടുപ്പമുണ്ട്. അടുപ്പം തെറാപ്പിസ്റ്റ് എന്നുള്ള രീതിയിലുള്ള അടുപ്പം. അല്ലാതെ ഫ്രണ്ടോ റിലേറ്റീവോ ഒന്നും അല്ല. ആ ആള് പറഞ്ഞു തന്നേക്കുന്ന കുറച്ച് പ്രാക്ടിക്കൽ ടിപ്സ്. അതും എനിക്ക് നന്നായിട്ട് ഗുണപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ച് ആർക്കെങ്കിലുമൊക്കെ ഇത് ഗുണപ്പെടുവാണെങ്കിൽ ഗുണപ്പെടട്ടെ എന്ന് മാത്രമല്ല, നമ്മളെപ്പോ ചിറ്റ് ചാറ്റ് വീഡിയോ ചെയ്താലും എന്ത് ടോപ്പിക്ക് പറഞ്ഞാലും നമ്മുടെ കമന്റ് ബോക്സിൽ അപ്പം നിങ്ങള് റെക്കമെൻഡേഷൻസും സജഷൻസും അല്ലെങ്കിൽ മറ്റ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, അങ്ങനെ ചെയ്താൽ നന്നാവും, ഇങ്ങനെ ഒബ്സർവ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ ഉള്ള കമന്റുകൾ വരാറുണ്ട്. അതും നല്ലതായിരിക്കും. അപ്പൊ എന്തായാലും കമന്റിൽ പറയാൻ വേണ്ടി മറക്കരുത്. ഈ നെഗറ്റീവ് നമ്മൾ ചിലപ്പോൾ മറ്റാൾക്കാരുടെ ലൈഫിൽ നെഗറ്റീവ് ആയിരിക്കും ട്ടോ. അതൊരു സെൽഫ് റിഫ്ലക്ഷനും നല്ലതാണ്. പക്ഷെ നമ്മളിപ്പോ ചിന്തിക്കുന്നത് എങ്ങനെ നമ്മളിലേക്ക് വരുന്ന കാര്യങ്ങൾ ഡോഡ്ജ് ചെയ്യാം എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ച് നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഒക്കേഷണൽ നെഗറ്റിവിറ്റി അവിടെ ഇവിടെ നമുക്കറിയാം. പക്ഷെ അവര് വലിയ ശല്യം ഇല്ലാത്തവര് ആണ്. അധികം ഇന്ററാക്ഷൻസ് ഒന്നുമില്ല. അതുകൊണ്ട് അവരൊരു ഇതിലങ്ങ് പൊക്കോളും. അങ്ങനത്തെ നെഗറ്റിവിറ്റി ഉണ്ട്. അതല്ലാണ്ട് കോൺസ്റ്റന്റ്ലി നമ്മുടെ ലൈഫിനെയും നമ്മുടെ ഇമോഷണൽ വെൽബീയിങ്ങിനെയും മെന്റൽ ഹെൽത്തിനെയും ഒക്കെ അഫക്ട് ചെയ്യുന്ന തരത്തിലുള്ള നെഗറ്റിവിറ്റി. അപ്പൊ ഇതൊരു ഒരു കണ്ടിന്യൂം പോലെയാണ്. എക്സ്ട്രീം ആയിട്ട് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട കുറച്ച് ടൈപ്പും, പിന്നെ അത് അവര് വന്ന് അവരുടെ പണിക്ക് പൊക്കോളും, നമ്മൾ ചുമ്മാ ഒന്ന് ഇളിച്ച് നിന്നാ മതി എന്നുള്ള ടൈപ്പ് ഉള്ളതും ഉണ്ട്. അപ്പൊ ഞാൻ ആ ഒരു എന്താ പറയാ, വല്ലപ്പോഴും വന്നു പോണ ടൈപ്പിനെക്കാളിലും കൂടുതൽ നമ്മുടെ പെർഫോമൻസിനെയും നമ്മുടെ ലൈഫിനെയും നമ്മുടെ മറ്റു റിലേഷൻഷിപ്പിനെയും നമ്മുടെ മെന്റൽ ഹെൽത്തിനെയൊക്കെ അഫക്ട് ചെയ്യുന്ന ജാതി നെഗറ്റീവ് ആൾക്കാരുടെ എങ്ങനെ ടാക്കിൾ ചെയ്യണം എന്നുള്ളതാണ് കേട്ടോ ഞാൻ പറയാമെന്ന് വിചാരിക്കുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ പല ആൾക്കാർക്ക് പലതരത്തിലായിരിക്കും ഈ നെഗറ്റീവ് ആയിട്ടുള്ള ഇത് ഫീൽ ചെയ്യുന്നത്. എനിക്ക് കുറച്ച് റെഡ് ഫ്ലാഗ്സ് ഞാൻ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്നത് വെച്ചാൽ, മറ്റുള്ളവരുടെ കുറ്റം നമ്മളോട് കോൺസ്റ്റന്റ്ലി വന്ന് പറയുന്നത്. അതായത് നമ്മളൊരു ഒരു 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 റിലേഷൻഷിപ്പ്, ഞാനും എയുമായിട്ടുള്ള ഒരു ബന്ധം. ആ ബന്ധം എന്ന് പറഞ്ഞാൽ അതിന്റെ അടിസ്ഥാനം വേറെ കുറച്ച് ആൾക്കാരുടെ കുറ്റമാണ്. ഫോൺ വിളിച്ചാലോ നേരിട്ട് കണ്ടാലോ അവിടെ പോയി താമസിച്ചാലോ അവിടെ ഇല്ലാത്ത മൂന്നാമതും നാലാമതും അഞ്ചാമതുമായ ആളുകളെ കുറ്റം പറയുന്നതാണ് ആകെ ഒരു കോൺവെർസേഷന് ടോപ്പിക് ഉള്ളൂങ്കിൽ അതൊരു ഹ്യൂജ് റെഡ് ഫ്ലാഗ് ആണ്. ഞാന് ആ ഭാഗത്തുനിന്ന് പതുക്കെ എന്നെ അങ്ങോട്ട് മാറ്റാൻ വേണ്ടി നോക്കും. എന്തൊക്കെയാണ് ഞാൻ എന്നെ മാറ്റാൻ നോക്കുന്നതെന്നുള്ളതാണ് പ്രാക്ടിക്കൽ ടിപ്സ്. അത് ഞാൻ പറയാം. ഒന്നാമത്തേത് സ്ഥിരമായി കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആള്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളൊരാളുമായിട്ട് വളരെ ഡീപ്പ് റിലേഷൻഷിപ്പിൽ ഷെയർ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ടാവുമല്ലോ. അതൊക്കെ പോയി പറഞ്ഞു നടക്കുന്ന ആൾക്കാര്. 1, 2 തവണയൊക്കെ ചാൻസ് നമ്മളെല്ലാരും കൊടുക്കും റിലേഷൻഷിപ്പിൽ, അല്ലേ? പക്ഷേ കോൺസ്റ്റന്റ്ലി നമ്മളിൽ നിന്ന് ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്ത് മറ്റുള്ളവരെ യൂസ് ചെയ്ത് നമുക്ക് എഗെയിൻസ്റ്റ് വർക്ക് ചെയ്യുന്നവർ, അവരും നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുടെ എനിക്ക് തോന്നുന്നത് എൻ്റെ ലൈഫിൽ. പിന്നെ ഏറ്റവും ഇതായിട്ടുള്ളത്, നമ്മളെ കോൺസ്റ്റന്റ്ലി ക്രിട്ടിസൈസ് ചെയ്യും, ഹരാസ് ചെയ്യും. അതായത് ഒന്നും നമ്മളിൽ നല്ലതില്ല എന്ന് നമ്മളെ തന്നെ വിശ്വസിപ്പിക്കുന്ന തരത്തിലുള്ള ആൾക്കാരുണ്ട്. അതായത് എൻ്റെ ഒക്കെ ഒരു ടീനേജ് ചെറിയ പ്രായത്തില് സ്ഥിരമായ ഒരാളുണ്ട് കേട്ടോ പറയുന്ന, നിനക്കൊക്കെ വല്ലോ ചെക്കന്മാരെയും കിട്ടുമോ? കാണാൻ കൊള്ളില്ല, സൗന്ദര്യം ഇല്ല, മുടി കൊള്ളില്ല, കളർ കൊള്ളില്ല, പൊക്കവില്ല, വണ്ണം അന്ന് എനിക്കില്ല, ഞാനൊരു പെൻസിൽ കോലം പോയ. അതായത് ഈ എന്താ പറയാ, അടിതൊട്ട് മുടി വരെ നമ്മളെ കണ്ട ഫിസിക്കലി നമ്മളെ പറഞ്ഞ് നമ്മളെ വിഷമിപ്പിക്കുക, കഴിവില്ല എന്ന് പറഞ്ഞ് വിഷമിപ്പിക്കുക. എന്നെയൊക്കെ നോക്ക്, ഞാനൊക്കെ ഭയങ്കര സംഭവം ആയിരുന്നു അന്ന് കാലത്ത്. ഇപ്പൊ പല്ല് കൊഴിഞ്ഞിരിക്കുന്ന സമയത്തായിരിക്കും പറയണത്.
അങ്ങനെ നമ്മളിലെ ആത്മവിശ്വാസം തല്ലിക്കെടുത്തി നമ്മളൊരു വർത്ത്‌ലെസ്, യൂസ്‌ലെസ് ആണ് എന്ന് സ്ഥിരമായി നമ്മളോട് ആരേലും പറയുന്നുണ്ടെങ്കിൽ അവരെ തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിൽ നിന്ന് നമ്മള് ആം, മാറ്റി നിർത്തണം. ആ മാറ്റി നിർത്തുന്ന കാര്യങ്ങൾ ഇപ്പൊ പറയാട്ടോ. പിന്നെ ഈ കോൺസ്റ്റന്റ് ക്രിറ്റിസിസം, ഹരാസ്മെന്റ്, അത് ബുള്ളിങ്, ഹറാസ്മെന്റ് ഉണ്ട്. നമ്മൾ വിചാരിക്കുന്ന ബുള്ളിങ്, ഹറാസ്മെന്റ് സ്കൂളുകളിലും കോളേജിലും യൂണിവേഴ്സിറ്റിയിലും നമ്മുടെ ലൈഫിൽ തന്നെ അത് സംഭവിക്കുന്നുണ്ട് കേട്ടോ. അപ്പം എന്താ പറയുക, ശാപവാക്കുകൾ നമ്മളോട് സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നവര് നന്നാവില്ല, ഗുണം പിടിക്കില്ല, അങ്ങനെയൊക്കെ ആം, സ്ഥിരമായി, അതായത് അവരുടെ ആഹ്, നമ്മളെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ കാര്യങ്ങൾ യൂസ് ചെയ്യുന്ന ഇത്തരം ആളുകളാ അതൊക്കെയാണ് എൻ്റെ ഒരു കണ്ണില് നെഗറ്റീവ് ഇതായിട്ടുള്ളത്. പിന്നെ ഫിസിക്കൽ അബ്യൂസ്, ഓഫ് കോഴ്സ് ഫിസിക്കലി ഒരാളെ അബ്യൂസ് ചെയ്യാന്ന് വെച്ചാൽ അത് ടോക്സിക് ആൻഡ് നെഗറ്റീവ് തിങ് തന്നെയാണ്. പക്ഷെ ഫിസിക്കൽ അബ്യൂസ് നമുക്ക് അപ്പൊ തന്നെ റിയാക്ട് ചെയ്യാം. നമ്മളെ ഫിസിക്കലി തൊട്ടുണ്ടെങ്കിൽ തിരിച്ച് അതുപോലെ ചിലപ്പോൾ നമ്മൾ റിയാക്ട് ചെയ്യുന്നിരിക്കും, അല്ലെ നമുക്കത് ഇഷ്യൂ ആക്കാം, പോലീസ് കേസ് ആക്കാം, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ഈ മെന്റൽ അബ്യൂസ് ഉണ്ടല്ലോ, മെന്റൽ ഇമോഷണൽ ഹരാസ്മെന്റും ബുള്ളിങ്ങും തെളിവില്ല. അവരിങ്ങനെ സൈഡിൽ കൂടെ പോകുമ്പോഴായിരിക്കും പറഞ്ഞിട്ട് പോകുക, അല്ലെ നമ്മൾ ഒറ്റയ്ക്ക് കിട്ടുമ്പോഴായിരിക്കും പറയാ. അതല്ലേ നമ്മളൊരു വൾണറബിൾ ആയാലും ലൈഫിലായിരിക്കും നിന്ന് കിടക്കണത്. അവിടെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതറിയാം അവർക്ക്. നമ്മള് വീക്ക് ആണെന്ന് അറിഞ്ഞിട്ട് ചെയ്യുന്നവരുണ്ട്. ഈ ഫിസിക്കൽ അബ്യൂസ് തീർച്ചയായിട്ടും ഒരു പൊട്ട് പോലും സഹിക്കരുത്. അപ്പൊ തന്നെ അവരെ എലിമിനേറ്റ് ചെയ്യുക, അവിടുന്ന് പോരാ. പക്ഷേ അതിന് തെളിവുണ്ട്. നമുക്ക് കുറച്ചും കൂടെ നിയമസഹായങ്ങൾ വരെ കിട്ടും. പക്ഷേ ഈ മെന്റൽ അബ്യൂസിന് അല്ലെങ്കിൽ അങ്ങനത്തെ നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് നമ്മൾ സ്വന്തമായിട്ട് കുറച്ച് സ്ട്രാറ്റജീസ് ചെയ്യേണ്ടത്. ഏറ്റവും ആദ്യം നമ്മൾ ഇപ്പൊ ഈ ഒരു കോൺവെർസേഷൻ തന്നെ പല പ്രാവശ്യം പറഞ്ഞ പോലെ നമ്മളെ അവിടുന്ന് റിമൂവ് ചെയ്യാൻ നോക്കുക. അപ്പൊ അത് പറയുമ്പോൾ വളരെ ഈസിയാണ്, എനിക്കും അറിയാം. ചിലപ്പോൾ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരായിരിക്കും ഈ പറഞ്ഞ നെഗറ്റിവിറ്റി. നമ്മൾ അവിടുന്ന് റിമൂവ് ചെയ്ത് എങ്ങോട്ട് പോകും? റോട്ടിൽ പോകാൻ പറ്റുമോ? അല്ലെങ്കിൽ വേറെ പോവാൻ വഴി ഉണ്ടാവില്ലായിരിക്കും. അപ്പൊ നമ്മൾ ആ വഴി വെട്ടണം. നമ്മക്ക് എന്ത് വേണം? നമ്മുടെ ഗോൾ എന്താണ് ലൈഫിൽ? നമ്മൾ വേർത്തി ആയിട്ട് ജീവിക്കണോ? നമ്മുടെ മെന്റൽ ആ ഒരു വെൽനെസ് എന്നുള്ളതിന് നമുക്ക് ഇമ്പോർട്ടൻസ് ഉണ്ടോ? നമ്മുടെ പ്രയോറിറ്റി അവിടെ. ഇവിടുത്തെ എന്താ ആട്ടും തുപ്പും നെഗറ്റിവിറ്റിയും ടോക്സിസിറ്റിയും ശാപമൊക്കെ സഹിച്ച് ഇവിടെ കിടക്കാം. ഇപ്പം വേറെ സാമ്പത്തികമായിട്ട് ഒന്നും വേറെ റെസ്പോൺസിബിലിറ്റീസ് ഒന്നും ഇല്ലല്ലോ, അങ്ങനെയൊക്കെ ചിന്തിക്കാമായിരിക്കാം ആളുകൾ. നമ്മളൊരു വൾണറബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. പക്ഷെ അത് ജീവിതകാലം മുഴുവൻ നമ്മൾ അങ്ങനെ വൾണറബിൾ ആകാൻ നിന്ന് കൊടുക്കരുത്. നമ്മൾ നമ്മുടെ സ്കില്ലുകൾ, നമ്മുടെ വിദ്യാഭ്യാസം, കൈത്തൊഴില്, അതല്ലെങ്കിൽ അല്ലാത്ത ജോലി, എങ്ങനെയെങ്കിലും ആ വൾണറബിലിറ്റിയിൽ നിന്ന് ആദ്യം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നോക്കുക. അങ്ങനെ അപ്പൊ പിന്നെ നമ്മൾ നമ്മുടേതായ ഒരു അറ്റ്മോസ്ഫിയർ, ഒരു എൻവിറോൺമെന്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർക്ക് ഇങ്ങോട്ട് വരണം നമ്മളെ ഉപദ്രവിക്കാനോ അല്ലെങ്കിലും വിഷമിപ്പിക്കാനോ. അപ്പോഴാണ് നമുക്ക് ബൗണ്ടറി സെറ്റ് ചെയ്യാൻ സാധിക്കുക. ഇനിയിപ്പം ഉടനെ തന്നെ ഇമ്മീഡിയറ്റ്ലി അങ്ങനെ റിമൂവ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ മെന്റൽ ബൗണ്ടറി സെറ്റ് ചെയ്യുക, മെന്റലി ഷട്ട് ഡൗൺ ചെയ്യുക. ഈ ഇങ്ങനത്തെ ആളുകൾ വരുന്നതിന് മുമ്പ് തന്നെ നന്നായിട്ട് ഉള്ളിൽ വിഷ്വലൈസ് ചെയ്യുക. നമുക്ക് അവരെ മാറ്റാൻ പറ്റില്ല, പക്ഷെ നമ്മൾ വിഷ്വലൈസ് ചെയ്യുക, എനിക്ക് ചുറ്റും നല്ല ഒരു പ്രൊട്ടക്റ്റീവ് എൻവയോൺമെന്റ് ഉണ്ട്, ഒരു പ്രൊട്ടക്ഷൻ എൻ്റെ ചുറ്റുമുണ്ട്, ഇവർക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇവർ പറയണതൊന്നും എൻ്റെ ഇതിലോട്ട് തെളിയുന്നില്ല. അപ്പം നമ്മൾ ഉള്ളിൽ ഇങ്ങനെ പറയണം, നല്ലതായിട്ട് നല്ല പോസിറ്റിവിറ്റി വിഷ്വലൈസ് ചെയ്ത് നല്ല പോസിറ്റീവ് അഫർമേഷൻസ് പറയണം. അവരെന്താണോ നമ്മളെക്കുറിച്ച് മോശമായി നെഗറ്റീവായിട്ട് പറയുന്നത് അതല്ല നമ്മൾ എന്നുള്ളത്. ഇപ്പം ഞാൻ ഹാപ്പിയാണ്, ഞാൻ ഹാപ്പിയാണ്, ഞാൻ സ്ട്രോങ് ആണ്, ഞാൻ ഹെൽത്തിയാണ്, ഞാൻ ബ്യൂട്ടിഫുൾ ആണ് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുക. അപ്പം നമ്മുടെ ആ ഒരു സബ് കോൺഷ്യസ് മൈൻഡിന് ഇപ്പം അറിയില്ലല്ലോ ആരാ എന്താ പറയണതൊക്കെ. നമ്മുടെ തോട്ടാണ് ഇതിനകത്ത് ഇങ്ങനെ ചെന്നിട്ട് നമ്മളൊരാൾ പറയാം നീ യൂസ്ലെസ് എന്ന് പറഞ്ഞാൽ ആ യൂസ്ലെസ് എന്നുള്ള വാക്കിനേക്കാളിലും കൂടുതൽ നമ്മൾ ആ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന ഇമോഷൻസിൽ നിന്ന് വരുന്ന ആ ഒരു ഇഫക്റ്റ് ആണ് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിടന്ന് നമ്മളെ വിഷമിപ്പിക്കുന്നത്. അതിനു മുമ്പ് തന്നെ ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ഉണ്ടാക്കുക. ഇത് ഭയങ്കര ഒരു ഉട്ടോപ്യൻ ക്ലീഷേ തിങ് ആയിട്ട് തോന്നും. പക്ഷേ രക്ഷപ്പെടാൻ നിവൃത്തിയില്ലാണ്ട് കിടക്കുന്നവരാണെങ്കിൽ ഇത് ചെയ്യുക. അറ്റ് ദ സെയിം ടൈം ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ നിന്ന്, ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വാട്ട് ഈസ് നെക്സ്റ്റ്, ഇപ്പോഴത്തെ കാലത്ത് സാമ്പത്തികമായിട്ട് ഇൻഡിപെൻഡന്റ് ആയി കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് ആൾക്കാർക്കും പിന്നെ ഇങ്ങോട്ട് വന്നിട്ട് നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി രക്ഷപ്പെട്ടു, അവിടുന്ന് പോന്നു, എന്നാലും ഇങ്ങനത്തെ ആൾക്കാർ നമ്മുടെ പുറകെ നമ്മളെ വരും കേട്ടോ. അവര് എന്താ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ നെഗറ്റിവിറ്റിയും ടോക്സിസിറ്റിയും നമ്മുടെ ലൈഫിലേക്ക് ബ്രിങ് ഇൻ ചെയ്യുന്നവര്
ആഹ് ഈ നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാരോ, നമ്മൾ വല്ലപ്പോഴും ഒരിക്കൽ കല്യാണത്തിന് കാണുന്നവരോ, പെരുന്നാളിന് കാണുന്നവരോ ഒന്നും ആവില്ല. നമ്മുടെ കൂട്ടത്തില് സ്ഥിരം സഹവസിക്കാൻ സാധ്യതയുള്ള, നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മുടെ കൂടെ ഉണ്ടാവാൻ സാധ്യതയുള്ളവരൊക്കെയാണ് നമുക്ക്. അല്ലെങ്കിൽ ഇപ്പം ഈ ഇത്രയും ബില്യൺസ് ആൾക്കാർ താമസിക്കുന്നതിൽ എന്തുമാത്രം നെഗറ്റീവ് ആൾക്കാരുണ്ട്. ഇവരെല്ലാം നമ്മുടെ ലൈഫിലോട്ട് നെഗറ്റിവിറ്റി കൊണ്ടുവരുന്നല്ലേ. കൊണ്ടുവരുന്നത് നമുക്കറിയാവുന്ന നമ്മുടെ സർക്കിളിനകത്ത് നിൽക്കുന്നവരാ. അപ്പൊ ഈ ആൾക്കാരെ ഈ സർക്കിളിന് പുറത്തേക്ക് പതിയെ 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 പുഷ് ചെയ്യണം. അതിപ്പോ ഒരിക്കലും നമ്മള് എന്താ പറയാ, ഞാൻ ബൗണ്ടറി സെറ്റ് ചെയ്യുക, എൻ്റെ ബൗണ്ടറി ക്രോസ് ചെയ്യുന്നുള്ള വെർബൽ ആയിട്ടല്ല. യു കൻ നെവർ സെറ്റ് വെർബൽ ബൗണ്ടറീസ് വിത്ത് ടോക്സിക് പീപ്പിൾ. നമ്മൾ അവരോട് റാഷണലൈസ് ചെയ്യുക, ജസ്റ്റിഫൈ ചെയ്യുക, അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വർക്ക് ചെയ്യില്ല. പകരം നമ്മൾ എന്താ ചെയ്യണം, ഇപ്പം ഫോൺ വിളിച്ചിട്ടുള്ള പരിപാടിയാന്ന് വെച്ചോ, അതായത് അവർക്ക് നമ്മുടെ അടുത്തോട്ട് ആക്സസ് ആകെ ത്രൂ ഫോണിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസൈഡ് ചെയ്യാം ഫോൺ എടുക്കണോ വേണ്ടയോ എന്നുള്ളത്. നമുക്ക് ഡിസൈഡ് ചെയ്യാം. പിന്നെ മെസ്സേജ് വായിക്കണോ വേണ്ടോ, ഈവൻ മെസ്സേജ് ഡെലിവറി ആവണോ വേണ്ടോ എന്നുള്ളത് നമുക്ക് ഡിസൈഡ് ചെയ്യാം. വാട്സപ്പിലാണെങ്കിൽ ഡിസപ്പിയറിംഗ് മെസ്സേജസ് ഓൺ ചെയ്യാം, മ്യൂട്ട് ആക്കി വെക്കാം. അപ്പോൾ ഇവരുടേത് വന്നുകൊണ്ടിരുന്നത് നമ്മൾ അറിയില്ല, എപ്പോഴെങ്കിലും നോക്കുമ്പോൾ കണ്ടു, വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയാം. ഡിലീറ്റ് ഫോർ എവരി വൺ ചെയ്യരുത്, ഡിലീറ്റ് ഫോർ യുവർ സെൽഫ്. നമുക്ക് മാത്രമായിട്ട് ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ കാരണം അവർ നമ്മൾ ട്രിഗർ ചെയ്യേണ്ട ആവശ്യമില്ല. അവർ സമാധാനിച്ച് അവിടെ ഇരുന്നോട്ടെ. നമ്മളെ കുറെ ചീത്തയൊക്കെ പറഞ്ഞു എന്നുള്ളത് അവിടെ ഇരുന്നോട്ടെ. പക്ഷെ നമ്മളത് കേൾക്കണോ വേണ്ടയോ എന്നുള്ളത് അവിടെയാണ് ബൗണ്ടറി സെറ്റ് ചെയ്യുക. ഈ പറയുന്ന നമുക്ക് മോശം ബ്രിങ് ഇൻ ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് കൺട്രോൾ ചെയ്യുന്നതിന് പരിധിയുണ്ട്. പക്ഷെ നമ്മളത് ഇങ്ങോട്ട് എടുക്കണോ വേണ്ടയോ എന്നുള്ള പരിധി സെറ്റ് ചെയ്യാം. പിന്നെ വേറെ ഒരു ഇഫക്റ്റീവ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഇങ്ങനത്തെ ആൾക്കാരോട് ഫോണിലൂടെയോ അല്ലാണ്ട് നേരിട്ടോ സംസാരിക്കാൻ ശ്രമിക്കുന്ന അങ്ങനത്തെ ഒരു സാഹചര്യം വരുമല്ലോ. ഞാൻ മുന്നേ പറഞ്ഞ പോലെ നമുക്ക് ആരെയും കട്ടിങ്ങിനെ പറയും റിലേഷൻഷിപ്പ് കട്ട് ചെയ്ത് കളയോ. ഇത് കട്ട് ചെയ്ത് കളയാനായിട്ട് കെട്ടിവെച്ചേക്കണ സാധനമൊന്നും അല്ലല്ലോ. മനുഷ്യരാകുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് കളയാൻ ബുദ്ധിമുട്ടുള്ളവരാണ് ഒത്തിരി ഉള്ളത്. അപ്പം കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത് പിന്നെ ആ ഭാഗത്തോട്ട് നോക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ എന്നൊരു കല്യാണത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടിക്കൊക്കെ പോകുമ്പോൾ ഇങ്ങനത്തെ ആൾക്കാരെ കാണും എന്ന് നമുക്കറിയാമെങ്കിൽ ഒരിക്കലും നമ്മൾ വൾണറബിൾ ആയിട്ട് ഒറ്റയ്ക്ക് അവരുടെ ആ ഒരു സർക്കിളിനുള്ളിൽ പെടാതിരിക്കുക. അപ്പം എല്ലാ മനുഷ്യനും നമ്മളുടേതായ ഒരു പ്രൊട്ടക്റ്റീവ് എൻവയോൺമെന്റ് അല്ലെ, നമുക്ക് നമ്മളെ കെയർ ചെയ്യുന്ന, നമ്മുടെ വെൽബീയിങ്ങിന് വേണ്ടി നിൽക്കുന്ന, നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന നമ്മുടെ ഫാമിലി മെമ്പേഴ്സോ നമ്മുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഒക്കെ ഉണ്ടാവും. ഈ നെഗറ്റിവിറ്റി ഉള്ള ഇതിൽ തന്നെ നമുക്ക് പോസിറ്റിവിറ്റി ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ ഫോണൊക്കെ ചെയ്യുമ്പം ഒറ്റയ്ക്ക് ഇരുന്ന് ഫോൺ ചെയ്ത് വൾണറബിൾ ആയിട്ട് അവരുടെ അങ്ങനത്തെ അവരോട് ആർഗ്യുമെന്റ് പോലും വേണ്ട, എന്തെങ്കിലും ഒന്നോ രണ്ടോ സെന്റൻസ് കേട്ടാൽ മതി. പിന്നെ നമ്മുടെ ലൈഫ് ഒരു മാസത്തേക്ക് പോയ അവസ്ഥയാകും. അങ്ങനെ അറിയാവുന്ന റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ എപ്പോഴും ഫോണൊക്കെ ചെയ്യുമ്പം നമ്മുടെ കൂടെ മറ്റൊരാൾ ഉണ്ടെന്നുള്ളത് വ്യക്തി ഈ ടോക്സിക് ആയിട്ടുള്ള ആളുകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അവരുണ്ടല്ലോ ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് അവരുടെ ഡീലിങ്സ്. അവരും മറ്റുള്ളവരുടെ മുമ്പിൽ, ഒരു കൂട്ടത്തിന്റെ മുമ്പിൽ അവർക്ക് വേറൊരു ഫേസാ. അത്രയും നല്ല ആൾക്കാർ വേറെ ഉണ്ടാവും, അത്രയും നല്ല ഹെൽപ്പിംഗ് മെന്റാലിറ്റി, അത്രയും നല്ല സൂപ്പർ നൈസ് ആയിട്ടുള്ള ആൾക്കാർ ഇല്ല എന്നുള്ള ഒരു ഇത് അവരുണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മള് അവരെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോകേണ്ട ഒരു ആവശ്യം വന്നു. അപ്പൊ നമ്മുടെ കൂട്ടത്തിൽ ഒന്ന് രണ്ട് മറ്റാൾക്കാരുണ്ടെങ്കിൽ ഇവരൊരിക്കലും അവരുടെ ഇമേജ് വിട്ട് കളിക്കില്ല. അതുകൊണ്ട് തന്നെ ഒറ്റപ്പെട്ട് അവരുടെ വലയ്ക്കുള്ളിൽ ചെന്ന് വീഴാതിരിക്കാൻ വേണ്ടി നോക്കുക. പിന്നെ കോണ്ടാക്ട്സ് എന്ന് പറഞ്ഞാൽ മിനിമം കമ്മ്യൂണിക്കേഷൻ. ഫോൺ വിളിച്ചുള്ള കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ നമ്മൾ ഒത്തിരി സമയം കൊടുക്കുമ്പോഴാണ്, നമ്മൾ ആൾക്കാർക്ക് കൊടുക്കുന്ന സമയം അനുസരിച്ചാണ് അവർ നമ്മളിലേക്ക് ഇൻവേഡ് ചെയ്യുന്നത്. അതിപ്പം നമ്മൾ എന്ത് സ്നേഹം എന്നുള്ള റിലേഷൻഷിപ്പ് ആവട്ടെ, പ്രണയമാവട്ടെ, ഫ്രണ്ട്ഷിപ്പ് ആവട്ടെ, ഇനി നമ്മുടെ കുഞ്ഞുങ്ങളായിട്ടും നമ്മുടെ ഹസ്ബൻഡ് ആരുമായിട്ടുള്ള റിലേഷൻഷിപ്പിലും ടൈമാണ് അത് വളർത്തണത് അല്ലേ. സ്നേഹവും വളർത്തുന്നത് ടൈമാണ്, ഹേറ്റ്രഡ്നെസ്സും വളർത്തുന്നത് ടൈമാണ്, ടോക്സിസിറ്റിയും വളർത്തുന്നത് ടൈമാണ്. കാരണം നമ്മളിങ്ങനെ ഇരുന്ന് കേൾക്കണു, അതിന് ആൻസർ പറയുന്നു, പിന്നെ അത് ആർഗ്യൂ ചെയ്യുന്നു. ടൈം കൊടുക്കരുത്. നമ്മുടെ ടൈം ഭയങ്കര പ്രഷ്യസാ. ടൈം എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് കാശ് കൊടുത്ത് മേടിക്കാൻ പറ്റില്ല, നമുക്ക് തിരിച്ച് കിട്ടില്ല. അപ്പം നമ്മുടെ ടൈം എവിടെ വിനിയോഗിക്കണം, ആരത് ഡിസേർവ് ചെയ്യുന്നു എന്നുള്ളത്, അവിടെയൊക്കെയാണ് ബൗണ്ടറി സെറ്റ് ചെയ്യുന്നത്. അത്യാവശ്യ കാര്യങ്ങൾ വിളിച്ച് സംസാരിക്കാനുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു 5 മിനിറ്റിനുള്ളിൽ സംസാരം കഴിയുക, വിശേഷങ്ങൾ അറിയുക, ഫോണാണെ വെക്കുക. ഇനി അതിൽ നേരിട്ട് പോകേണ്ട സാഹചര്യമാണെങ്കിൽ പെട്ടിയും കടക്കെ എടുത്ത് കുറേ അങ്ങനെ നമ്മൾ ഒറ്റയ്ക്കായിട്ട് അവരുടെ അടുത്ത് പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കാതിരിക്കാനായിട്ട് ഞാൻ പറഞ്ഞത് നമ്മുടെ സെക്യൂരിറ്റി സിസ്റ്റത്തിനെ നമ്മുടെ കൂടെ നിർത്തുക.
ഇങ്ങനത്തെയൊക്കെ ചില ടിപ്പുകളാണ്. ഇത് എത്രമാത്രം ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്നറിയില്ല. പക്ഷെ പ്രാക്ടിക്കലി ഇപ്പം റിലേഷൻഷിപ്പ് കട്ട് ചെയ്യൂ, ബൗണ്ടറി സെറ്റ് ചെയ്യൂ എന്നൊക്കെ ഉള്ള ക്ലീഷേ സാധനങ്ങൾ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. പക്ഷെ ഹൗ ഡു വി ഡു ദാറ്റ്? ഹൗ ഡു വി സെറ്റ് ബൗണ്ടറി? നമുക്കൊരിക്കലും ഒരാളോട് പോയിട്ട് ഞാൻ നിങ്ങളോടൊരു ബൗണ്ടറി സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് ബൗണ്ടറീസ് ആർ ലൈക്ക് വിസിബിലിറ്റി ഇല്ലല്ലോ അതിന്. പക്ഷെ നമ്മളപ്പം ബിഹേവിയേഴ്സ് വെച്ചിട്ട് സെറ്റ് ചെയ്യണം. നമ്മൾ വിളിക്കണത് നമ്മളെപ്പോഴും അങ്ങനെ ആൾക്കാരെ വിളിച്ചാൽ നമ്മുടെ ഒപ്പം ആൾക്കാരുണ്ടാവും. അതുകൊണ്ട് തന്നെ അവർക്കൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ആയി കഴിയുമ്പോൾ അവർ പിന്നെ അവരുടെ ആ ഒരു ബിഹേവിയർ മറ്റ് സ്ഥലങ്ങളിലോട്ട് കൊടുത്തോളും. പിന്നെ ഇവരിങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു എന്നും പറഞ്ഞ് മറ്റുള്ളവർ നമ്മളെ കോണ്ടാക്ട് ചെയ്താലും അതിന് വലിയ ചെവി കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ആളുകൾ പറഞ്ഞ് നടക്കണത് നമ്മളെ അധികം അഫക്റ്റ് ചെയ്യില്ല. നമ്മളിത് കേൾക്കുമ്പോഴാണ്, പറഞ്ഞ് പുറത്ത് എന്തൊക്കെ ആരെന്തൊക്കെ പറഞ്ഞാലും നമ്മളെ അഫക്റ്റ് ചെയ്യില്ല. നമ്മൾ കേട്ട് കഴിയുമ്പോഴാണ് ഇത് നമ്മളെ അഫക്റ്റ് ചെയ്യുന്നത് എപ്പോഴും. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഞാൻ ബൗണ്ടറീസ് സെറ്റ് ചെയ്യുന്നത്. ആ ഒരു ടൈം കുറച്ച് കൊടുക്കുക, മെസ്സേജസ് കേൾക്കണോ വേണ്ടിയോ എന്ന് ഞാൻ തീരുമാനിക്കുക, ഡിസപ്പിയറിങ് മെസ്സേജസ്, ഇനി ബ്ലോക്ക് ചെയ്യേണ്ടവരാണെങ്കിൽ ബ്ലോക്ക് ചെയ്യും, മ്യൂട്ട് ചെയ്യേണ്ടവരെ മ്യൂട്ട് ചെയ്യും. ലോകത്തുള്ള സകല വാട്സപ്പ് ഗ്രൂപ്പിൽ, അതായത് നമ്മൾ 1ാം ക്ലാസ് തൊട്ട് ഉള്ള അങ്ങനത്തെ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്, സ്കൂളിൻ്റെ, കോളേജിൻ്റെ, പിന്നെ അവിടെ മീറ്റ് ചെയ്തത്, ഫാമിലിയിൽ തന്നെ അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ഒത്തിരിയും വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ടാവും. നമുക്കിപ്പോൾ ഈ എല്ലാ ആൾക്കാരെയും വിവരം അറിഞ്ഞിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാനും ഇല്ല. ഈ ആൾക്കാർക്കൊക്കെ നമ്മുടെ വിവരം അറിഞ്ഞിട്ടും ഒരു കാര്യവും ഇല്ല. എനിക്ക് ശരിക്കും തോന്നുന്നു കേട്ടോ, ഇപ്പോഴും വേറൊരു പണി ഇല്ലാണ്ട് ഇതൊക്കെ ചെയ്യാനുള്ള ആൾക്കാർക്കൊക്കെ സമയം ഉണ്ടല്ലോ എന്നുള്ളത്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവരെയൊക്കെ നമ്മളത് കേൾക്കുമ്പോഴാണ് പ്രശ്നം. അപ്പം ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരുടെ വേറൊരു ഇതെന്ന് വെച്ചാൽ അവര് മറ്റാൾ ഇങ്ങനെ പറഞ്ഞിട്ടോ അങ്ങനെ പറഞ്ഞിട്ടോ എന്ന് വെച്ചാൽ നമ്മുടെ വലിയ കൂട്ടായിട്ടും അവര് നമ്മളെ ഇരുത്താൻ നോക്കും. അപ്പം അങ്ങനെയുള്ളവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആൻഡ് ടൈമിൽ ആണ് നമ്മൾ ബൗണ്ടറി വെക്കേണ്ടത്. അപ്പോൾ അവർക്ക് നമ്മളോട് അധികം പറയാൻ സമയമില്ല, നമുക്ക് അവരധികം കേൾക്കാൻ സമയമില്ല, അതൊന്നും മനസ്സിലോട്ട് എടുക്കാൻ സമയമില്ല. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ആ ഒരു വിഷ്വലൈസേഷനിൽ നമുക്ക് ചുറ്റും നമ്മളൊരു പ്രൊട്ടക്റ്റീവ് ലെയർ ക്രിയേറ്റ് ചെയ്യുക. അവർക്ക് നമ്മളെ ആ പ്രൊട്ടക്റ്റീവ് ലെയർ ഭേദിച്ച് ഇങ്ങോട്ട് വരാൻ പറ്റില്ല എന്നുള്ളത്. അത് വിഷ്വലൈസേഷൻ മാത്രമല്ല, പ്രെയർ ചെല്ലുന്നവരും അങ്ങനെ തന്നെ ആവില്ലേ ചെല്ലുക, നമ്മളെ ദുഷ്ടശക്തികളിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും ഇതൊക്കെ തന്നെയാണ്. അത് ഒരു പ്രെയർ ആണ് വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞത്. നമ്മൾ തന്നെ ആ ഒരു ഓറ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് വിഷ്വലൈസ് ചെയ്യാം. ഇതൊക്കെയാണ് എനിക്ക് ഉപകാരപ്പെട്ടിട്ടുള്ളതും ഗുണപ്പെട്ടിട്ടുള്ളതായ കാര്യങ്ങൾ. പക്ഷെ എപ്പം നമ്മൾ ഇവർക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യുന്നു, ഇവർക്ക് കൂടുതൽ സമയം കൊടുക്കുന്നു, അല്ലെങ്കിൽ ഇവരെ ഒരു തവണയും കൂടെ പോട്ടെ എങ്ങോട്ട് പോന്നോട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാം ദാറ്റ് അഫക്ട്സ് അവർ റിലേഷൻഷിപ്പ്, മറ്റു റിലേഷൻഷിപ്പ് അഫക്റ്റ് ചെയ്യും, നമ്മുടെ മെൻ്റൽ ഹെൽത്ത്, നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത്, നമ്മുടെ കോൺഫിഡൻസ് ഒക്കെ അഫക്റ്റ് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഒരു പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന സ്ട്രാറ്റജീസ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞതും പിള്ളേർ സ്കൂളിൽ നിന്ന് വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താഴെ നിങ്ങൾ എന്തായാലും കമൻറ്റ് എന്തായാലും എഴുതി അറിയിക്കുക. അടുത്ത വീഡിയോ ഉടനെ വരും വരെ ബൈ ബൈ, ടേക്ക് കെയർ.